കാക്കോത്രി ബാബർ ടു. എൻ്റെ പൊന്നു ടീച്ചറെ, എങ്ങനെ ഈ കെമിക്കൽ ഫോമിലേക്ക് എഴുതുക? ഈ വാലൻസിയൊക്കെ എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക? സാധാരണ 2 വാലൻസിയാണ് നിങ്ങൾക്ക് ഓർക്കാനുള്ളത്, 1ഉം 2ഉം. പലപ്പോഴും പിള്ളേർക്ക് കൺഫ്യൂഷൻ അത് തന്നെയാണ്. ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ വാലൻസി ചോദിച്ചാൽ ആദ്യം പറയും 1 എന്ന്. നമ്മൾ ഒന്നും മിണ്ടാതെ ഒന്നുകൂടെ നോക്കിയാൽ പറയും അല്ല 2 എന്ന്. കുറച്ച് നേരം കൂടെ മിണ്ടാതെ എന്നാൽ പറയും അല്ല ടീച്ചർ ഉറപ്പിച്ച് 1 തന്നെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നൊരു സെൻറ്റൻസ് ഓർത്ത് വെച്ചാൽ മതി. കാം കൂൾ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ലേൺ വിത്ത് സെസ്റ്റ് ആൻഡ് സ്റ്റഡി മെനി ബുക്സ് ഓൺ കെമിസ്ട്രി. ഇതിലെല്ലാം ഫസ്റ്റ് ലെറ്റർ ഉള്ളവരുടെയും റാഡിക്കൽസ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിൻ്റെ വാലൻസി 2 ആയിരിക്കും. കാം എന്നുള്ളതിൽ കാൽഷ്യം, കൂൾ എന്നുള്ളത് നമ്മുടെ കാർബണേറ്റ്, ഇൻ്റലിജൻറ്റിലുള്ളത് അയൺ, സ്റ്റുഡൻസിനുള്ള SU എന്നുള്ളത് സൾഫൈഡ്, LE എന്നുള്ളത് ലെഡ്, ദെൻ സെസ്റ്റ് എന്നുള്ളതിൽ സിങ്ക്, സ്റ്റഡി എന്നുള്ളതിൽ സൾഫേറ്റ്, ദെൻ മെനി എന്നുള്ളതിൽ മെഗ്നീഷ്യം, ബുക്സ് എന്നുള്ളതിൽ ബേരിയം, ഓൺ എന്നുള്ളതിൽ ഓക്സിജൻ, കെമിസ്ട്രി എന്നുള്ളതിൽ കോപ്പർ. ഇവരുടെയൊക്കെ വാലൻസി 2 ആയിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് ചോദിക്കും ഇതല്ലാതെയും വാലൻസി 2 ഉള്ള കുറേ ആറ്റംസ് ഉണ്ടല്ലോ എന്ന്. 1 to 12 വരെയുള്ള കുട്ടികൾക്ക് ഒരു 90% ഓഫ് ദ കെമിക്കൽ കോമ്പൗണ്ട് എഴുതുന്നതിന് ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇതല്ലാതെ വരുന്നവരുടെ വാലൻസി 1 ആയിരിക്കും. അലൂമിനിയം ഒന്ന് ശ്രദ്ധിച്ചോണം, അതിൻ്റെ വാലൻസി 3 ആണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 1 ആണോ 2 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറിക്കിട്ടും. താങ്ക് യു.